കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഏതു നേരത്തും അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു എന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം തന്നതിനാൽ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിലുണ്ട്. തൻ്റെ സകല പ്രവൃത്തികളെയും കാണുന്ന ഒരു ദൈവം, തൻ്റെ സകല പ്രവൃത്തികളോടും കരുണ കാണിക്കുന്നു. ഓരോ ജഡത്തിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. നടത്തേണ്ട പോലെ നടത്തുന്നവൻ, നല്ലൊരു നായകൻ, വീണ്ടെടുപ്പുകാരൻ. അവിടെ നമ്മുടെ തലയ്ക്കൽ ഉണ്ടാകും. ഈ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ പാപമെല്ലാം പോക്കിയ, നമ്മുടെ ശാപത്തെ മാറ്റിയ, അടിപ്പിണലാൽ സൗഖ്യം തരുന്ന ആ കർത്താവും രാജാവുമായവന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. വീണു എന്ന് പറഞ്ഞപ്പോഴൊക്കെ നമ്മളെ പിടിച്ചൊരു കരമുണ്ട്, താങ്ങിയൊരു ശാശ്വത ഭുജമുണ്ട്. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റും യഹോവനെ വിട്ടുവെക്കുന്നു. സ്തോത്രം. അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന, തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കുന്ന, പാറമേൽ നമ്മെ ഉയർത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട തൻ്റെ ജനം ചെങ്കടലിലേക്ക് വന്നപ്പോൾ ഫറവോൻ പറഞ്ഞു, ഇതാണ് പറ്റിയ സമയം, പിടിക്കാം, പിന്തുടരാം, കൊള്ള പങ്കിടാം, ആശ പൂർത്തീകരിക്കാം, വാളൂരാം, നിഗ്രഹിക്കാം. ഒത്തിരി കാര്യങ്ങൾ ഫറവോൻ പറഞ്ഞു. എൻ്റെ ആശ ഇവരാൽ പൂർത്തീകരിക്കും. ഇത് ഫറവോൻ്റെ ഒരു പ്ലാനായിരുന്നു, ഫറവോൻ്റെ ഒരു ആശ. പക്ഷെ ദൈവം പറഞ്ഞു, തൻ്റെ ജനത്തിന്മേൽ എൻ്റെ ആശയുണ്ട്, അതാണ് ഞാൻ പൂർത്തീകരിക്കാൻ പോകുന്നത്. നിൻ്റെ ആശയും നിൻ്റെ സമൂഹത്തിൻ്റെ ആശയും ഇതോടുകൂടെ കഴിയാൻ പോവാ ഫറവോൻ. മനസ്സിലായോ? ദൈവത്തിൻ്റെ ആശ ഈ ജനത്തെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക, ചെങ്കടലിലും പാതി ഒരുക്കുക, ഒരു കേടും കൂടാതെ അക്കരെ എത്തിക്കുക. എന്നാൽ ഇതിന് വിപരീതമായി എത്ര കൂട്ടുകെട്ടുകൾ വന്നാലും സഹോദരങ്ങളെ, നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾ സിയോൻ യാത്രയിലാണ്. എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് കൂട്ടുകെട്ടുകളും ആയുധങ്ങളും നിങ്ങൾക്കും തലമുറകൾക്കുമെതിരെ വരുമ്പോൾ എതിരായി വരുന്ന സകല കൂടിയാലോചനകളെ നിഷ്ഫലമാക്കി മാറ്റുന്ന ദൈവം. അതുകൊണ്ട് ആ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നത്, അവരുടെ ആലോചനയോ നിവർത്തിയാകും. വിശ്വസിക്കാമോ? മനുഷ്യനെന്ത് പദ്ധതികൾ പൈശാചിക മേഖലകൾ ഒരുക്കിയാലും അത് നിങ്ങൾ റിസീവ് ചെയ്യരുത്. നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ദൈവസഭകളുടെ മേലും അഭിഷിക്തന്മാരുടെ മേലും തലമുറകളുടെ മേലും ദൈവം പറഞ്ഞ ആലോചന നിവർത്തിയാകും. വിശ്വസിക്കാൻ കഴിയുമോ? ദൈവം പറഞ്ഞ ആലോചന ദൈവം നിവർത്തീകരിക്കും. മറ്റെന്തൊക്കെ പദ്ധതികൾ നിങ്ങൾ തകരുമെന്നും തകർക്കാനും ഇല്ലാതാക്കാനും ഫറവോനതല്ലേ പിടിക്കാനും നിഗ്രഹിക്കാനും വാളു. ദൈവം പറഞ്ഞു, നിൻ്റെ ആശ അവിടെ നിൽക്കട്ടെ. ഇപ്പുറത്ത് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദന്മാരുടെ പ്രതീക്ഷയിൽ നിന്നും യഹൂദന്മാർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, പത്രോസിനെ അടുത്ത ദിവസം തട്ടാം. പക്ഷേ
കർത്താവിൻ്റെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. വയസ്സനായ ശേഷമേ പത്രോസ് മരിക്കത്തുള്ളൂ. അതല്ലേ ദൈവം നിറവേറ്റിയത്? ആർക്കും ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്തിടത്ത് പൂട്ടവിടെ നിൽക്കുമ്പോൾ തന്നെ, കാവൽ ശക്തമായിരിക്കുമ്പോൾ കാവലിനെ ഭേദിച്ചുകൊണ്ട് പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന ദൈവം, ആ കർത്താവിൻ്റെ കരം നിങ്ങൾ മറന്നു പോകല്ലേ. കർത്താവിൻ്റെ പ്ലാനെ നിവർത്തീകരിക്കത്തുള്ളൂ. മനുഷ്യൻ്റെ ആശ നശിച്ചു പോകും. സ്തോത്രം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യാക്കോബിൻ്റെ ഇരമ്യാ പ്രവചനം 31 അധ്യായം 7 വാക്ക്. ഇരമ്യാ പ്രവചനം 31:7. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: യാക്കോബിനെ ചൊല്ലി ഘോഷിച്ച് ഉല്ലസിപ്പീൻ, ജാതികളുടെ തലവനെ കുറിച്ച് സന്തോഷിച്ച് ആർപ്പിടുവീൻ. ഘോഷിച്ച് സ്തുതിച്ചും കൊണ്ട് യഹോവേ, ഇസ്രായേലിൻ്റെ ശേഷിപ്പായിരിക്കുന്ന നിന്റെ ജനത്തെ രക്ഷിക്കണമേ എന്ന് പറവീൻ. അങ്ങനെ പറയുമ്പോൾ ഞാൻ അവരെ വടക്ക് ദേശത്ത് നിന്ന് വരുത്തുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് താഴ്വരയുടെയും അവരോടുകൂടെ കുരുടന്മാരെയും മുടന്തന്മാരെയും ഗർഭിണിയെയും നോവുകുട്ടിയോടെയും എല്ലാം ശേഖരിക്കുകയും ചെയ്യും. വലിയൊരു സംഘം മടങ്ങി വരും. ചരിത്രം നമുക്കറിയാം. ജനം തകർന്ന് തരിപ്പണമായി പ്രവാസത്തിലിരിക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്ന് വിളിക്കൊണ്ട് ഞാൻ നിൻ്റെ മുറിവുകളെ പൊറുപ്പിക്കും. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്കൊണ്ട് ഞാൻ നിൻ്റെ മുറിവുകളെ പൊറുപ്പിക്കും. നിനക്കാരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നോക്കണേ, മുറിവ് പറ്റിയ, കേടുപറ്റിയ, വേദനിച്ച, ആരും തിരിഞ്ഞു നോക്കാത്തതുപോലെ ശൂന്യമായ യാക്കോബിനോട്, സിയോനോടാണ് തമ്പുരാൻ ഇത് പറയുന്നത്. യഹോവയുടെ അരുളപ്പാടാണ്. ഇന്ന് പകൽ മനുഷ്യൻ ഒറ്റപ്പെടുത്തുമ്പോൾ, വാക്കുകൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിക്കുമ്പോൾ, ബലഹീനരാകുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം വരുത്തി നിങ്ങളുടെ മുറിവുകളെ കെട്ടി മനം തകർന്നവരെ സൗഖ്യമാക്കി അവരെ പണിഞ്ഞ് പുറത്ത് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ പേര് നസറ യേശു. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചവൻ, മരണത്തിൻ്റെ മേലും പാതാളത്തിൻ്റെ മേലും അധികാരമുള്ളവൻ. അവിടുന്ന് വിളിച്ചു പറയുന്നു, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: യാക്കോബിനെ ചൊല്ലി ഘോഷിച്ചുല്ലസിപ്പീൻ. ഒറ്റപ്പെട്ടു പോയവൻ, കുറഞ്ഞവൻ, കുറഞ്ഞവനായിരവും ചെറിയവൻ മഹാജാതിയായി തീരാൻ പോകുകയാണ്. ഒറ്റ മനുഷ്യനെ ഒരു രാഷ്ട്രമാക്കി മാറ്റിയ ദൈവം യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയവൻ. ഹല്ലേലൂയ. ദൈവത്തോട് മല്ല് പിടിച്ചവനെ, ഉയരത്തിലെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞവനെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ദൈവമേ വിടത്തില്ലെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണവൻ്റെ പേര് മാറ്റിയവൻ, അഡ്രസ്സ് മാറ്റിയവൻ, ഒതുക്കപ്പെട്ടവനെ പ്രശംസയിലേക്ക് കൊണ്ടുവന്നവൻ, ഒതുക്കപ്പെട്ടവൻ അടയാളമായി മാറിയത്. ഇന്ന് പകൽ തൻ്റെ ജനം മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ യാക്കോബിനെ ചൊല്ലി ഘോഷിച്ച് ഉല്ലസിപ്പീൻ, ജാതികളുടെ തലവനെ കുറിച്ച് സന്തോഷിച്ച് ആർപ്പിടുവീൻ. കണ്ടോ, ഒന്ന് അവനെ കുറിച്ച് സന്തോഷിക്കണം. ബലം നഷ്ടപ്പെട്ട, ആരോഗ്യം നഷ്ടപ്പെട്ട, ഒതുക്കപ്പെട്ടവനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ എല്ലാവരും ആർത്ത് സന്തോഷിക്കാൻ പോകുക. ദൈവം നിങ്ങളെ സഹായിക്കുമ്പോൾ, ദൈവം നിങ്ങളെ ശക്തീകരിക്കുമ്പോൾ ഉല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. മാത്രമല്ല, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം നിങ്ങളുടെ കൂടാരങ്ങൾ ഉണ്ടാകാൻ പോകുക. നിന്ദകളെ ദൈവം മാറ്റുമ്പോൾ, അപമാനങ്ങളെ മാറ്റുമ്പോൾ, ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരുമ്പോൾ, ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞ് പലരും തള്ളിക്കളഞ്ഞെടുത്തുന്ന ദൈവം നിങ്ങളെ ചേർത്ത് നിർത്തുമ്പോൾ, സ്തോത്രം.
യഹോവ ഇസ്രായേലിൻ്റെ ശേഷിപ്പായിരിക്കുന്ന നിൻ്റെ ജനത്തെ രക്ഷിക്കണമേ എന്ന് പറയും. ഇങ്ങനെ പറയണം, പ്രിയരെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സൗഖ്യമാക്കണമേ, ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പറയുമ്പോൾ ഗർഭിണികളെ, മുടന്തന്മാരെ എന്ന് വെച്ചാൽ വാഗ്ദത്തമുള്ളതിനെ, വാഗ്ദത്തം പുറത്തു വരേണ്ടതിനെ, ബലഹീനമാണെന്ന് തോന്നുന്നതിനെ, നടക്കാൻ ത്രാണിയില്ലാത്തതിനെ, ഏതൊക്കെ തലത്തിൽ ക്ഷീണിച്ചിരിക്കുന്നോ അതിനെ എല്ലാം ദൈവം മടക്കി വരുത്തും. ഏതെൻഡിൽ നിന്നും, ഏത് താഴ്ചയിൽ നിന്നും, ഏത് ആഴത്തിൽ നിന്നും നിങ്ങളുടെ വിഷയങ്ങളെ മടക്കി വരുത്താൻ, നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ. നടക്കത്തില്ല, ബലമില്ല, ശക്തി ചോർന്നുപോയി. വാഗ്ദത്തമുണ്ട്, പക്ഷേ വാഗ്ദത്തമുള്ള സകലതിനെയും, ബലഹീനമായതിനെ ഇന്ന് പകൽ ബലപ്പെടുത്തിക്കൊണ്ട്, ശക്തീകരിച്ചുകൊണ്ട് ഒരു വലിയ മടങ്ങി വരവിലേക്ക് നടത്താൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. വിളിച്ചു പറ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങൾക്ക് ബലം നൽകണമേ, ഞങ്ങളെ ആത്മാവിൽ ശക്തിയോടെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. പരിശുദ്ധാത്മാവ് നിങ്ങളെയും നിങ്ങളുടെ ജനറേഷനെയും ടച്ച് ചെയ്യുകയാണ്. അഭിഷക്തന്മാരെ ബലപ്പെടുത്തി യേശുവിൻ്റെ നാമത്തിൽ ഒരു മടങ്ങി വരവ്. ഇനിയും ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് ശൂന്യമായിരിക്കുന്നിടത്ത് തന്നെ ഒരു മടങ്ങി വരവിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൂതേറ്റെടുക്കും. അടുത്ത വാക്യം അതാ പറയുന്നത്, ഞാനവരെ വടക്കേ ദേശത്ത് ചിതറിപ്പോയിടത്തുനിന്ന്, ഭൂമിയുടെ അറ്റങ്ങൾ കണ്ടോ, മുടന്തൻ, ഗർഭിണി, നോവ് കിട്ടിയവർ എല്ലാവരെയും ശേഖരിക്കും, സകലരെയും ശേഖരിക്കും. ഏത് തരത്തിലുള്ളവരെയും, ബലം നഷ്ടപ്പെട്ടത് മാത്രമല്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെയും, പെയിനെടുത്ത് നിൽക്കുന്നവരെയും, വേദന സഹിക്കുന്നവരെയും ദൈവം ശേഖരിച്ച് ഉല്ലസിച്ച് ദൈവത്തിന് കോശം കൊടുത്ത്, ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ഫറവോൻ്റെ ശക്തികൾ, അശ്ശൂറിൻ്റെ ശക്തികൾ, ബാബേലിൻ്റെ ശക്തികൾ, ഇസബലിൻ്റെ വ്യാപാരങ്ങൾ, ഹാമാന്യ ശക്തികൾ, ആഹാബ്യ ശക്തികളെയൊക്കെ ദൈവം ഇന്ന് പകൽ പൊട്ടിക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ഒരു ശക്തിയും ഒരു കൂട്ടുകെട്ടും തുടക്കത്തിൽ നിങ്ങളെ ജയിക്കുകയില്ല. ദൈവം ശേഖരിക്കാൻ പോകുക, ദൈവം പുറപ്പെടുവിക്കാൻ പോകുക, ദൈവം മടക്കി വരുത്താൻ പോകുക. പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ, ജനം വിടുതലിലേക്ക് നയിക്കപ്പെടട്ടെ. ആത്മാവ് ശക്തിയോടെ നിർത്തണമേ, ദൈവമഹത്വം ഇറക്കണമേ, സത്യങ്ങൾ സാധ്യമാകട്ടെ. ദൈവാത്മാവിൻ്റെ വലിയ പരിവർത്തനം യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ വെളിപ്പെട്ട് വരട്ടെ. ഭ്രഷ്ട എന്ന, മുറിവേൽക്കപ്പെട്ടവളെന്ന്, ആരോഗ്യം നഷ്ടപ്പെട്ടത്, ബലം നഷ്ടപ്പെട്ടതിനെ വലിയൊരു സൈന്യമാക്കി മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം. അവർ ആർത്ത് സന്തോഷിക്കുന്ന ആർപ്പ് അവരുടെ കൂടാരങ്ങൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപ കൂടെയിരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയരേ, യാക്കോബിനെ ദൈവം വർദ്ധിപ്പിക്കുന്നു, യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുന്നു, തൻ്റെ ജനത്തെ ദൈവം സന്ദർശിക്കുന്നു, മടക്കി വരുത്തുന്നു, എല്ലാ അവസ്ഥകളിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.